മതം പറയല്ല, പക്ഷെ പറയിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോസിൻ്റെ താഴെ മുഴുവനവും മുസ്ലിം നാമധാരികളാണ് കമൻ്റ് ഇടാറുള്ളത്. അപ്പോൾ ആ കമൻറ്റിനൊക്കെ മിക്കതിനും ഞാൻ മറുപടി കൊടുക്കാറുമുണ്ട്. പക്ഷെ ഒരു വീഡിയോ ചെയ്തിട്ട് ധൈര്യമുണ്ടെങ്കിൽ മുസ്ലിം നാമധാരികൾ ആ കമൻറ്റിന് മറുപടി തരൂ എന്ന് പറഞ്ഞിട്ട് ഒറ്റ മൊണ്ണകൾക്കും ധൈര്യമില്ലാതായിപ്പോയി. എന്തല്ലേ ചെയ്യുക? അപ്പോൾ നമ്മുടെ വീഡിയോ ആരംഭിക്കുകയാണ്. നമസ്കാരം, ഞാൻ ജസ്ന സലീം. കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് ഇന്നും പറയാനുള്ളത് കമൻറ്റിന് മറുപടി തന്നെയാണ്. ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തംബ്ലൈന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ധൈര്യമുണ്ടെങ്കിൽ മുസ്ലിം നാമധാരികൾ കമൻറ്റ് ഇട്ട് കാണിക്ക്, വെല്ലുവിളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ഏകദേശം നല്ല റീച്ച് പോയിട്ടുണ്ട്. പക്ഷെ ആരും കമൻ്റ് ഇട്ടിട്ടില്ല. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ധൈര്യം എന്ന് പറയുന്ന സാധനം ലേശം തൊട്ട് തീണ്ടിയിട്ടില്ല എന്നുള്ള കാര്യം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പം നമുക്ക് ആരൊക്കെയാണ് ഇതിന് കമൻ്റ് ഇട്ടത് എന്ന് നോക്കാം. ഷാജിദ ഫസ്റ്റ് തന്നെ. ഈ പേരൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ, നല്ലതായിരിക്കും. ഉസ്താദ് മോശമാണെങ്കിൽ നീ വെറുക്കുന്ന കിണ്ണനോ? മോളെ, കണ്ണനെ പിടിച്ച് കളിക്കണ്ട. കണ്ണൻ ഏതായാലും ആരുടെയും കയറി പിടിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷെ ഉസ്താദുമാരങ്ങനെയല്ല. ചായ തരുന്ന, പാല് കൊടുക്കുന്ന കൈക്ക് തന്നെ കൊത്തുക എന്ന് പല സ്ഥലത്തു നിന്നും കേട്ടിട്ടുണ്ടല്ലോ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയിട്ട് അവിടുത്തെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ തന്നെ കയറി പിടിച്ച ഉസ്താദുമാരെ കുറിച്ച് കുറേ നീ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഹിന്ദുക്കൾ ആരാധിക്കുന്ന ദൈവമല്ലേ? അല്ല ട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ നീ ആരെയാ പറഞ്ഞത്? നിന്റെ വീടിൻ്റെ അടുത്ത് നിന്നെ എന്നും കാണാൻ വരുന്ന ആ കിണ്ണേട്ടനെയോ? ആയിരിക്കും, അല്ലാതെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സിനാൻ മുഹമ്മദ്: കൃഷ്ണനെ വരയ്ക്കുമ്പോൾ ബീഫ് കഴിക്കാൻ പാടില്ല. ഞാൻ ബീഫ് കഴിക്കാറില്ല, ബീഫ് എനിക്ക് അലർജിയാണ്. ഫാത്തിമാസ്: ഇവൾക്കാരും കമൻ്റ് ഇടരുത്. കണ്ടോ, ധൈര്യം എന്ന് പറയുന്ന സാധനം ലേശം തൊട്ട് തീണ്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാ കമൻറ്റിന് മറുപടി തരിക? നമ്മളെ സൂപ്പർ ഉമ്മർ ഇട്ടുക്ക്. ജസ്ന: ടീച്ചർ ജാമിദ ആണ്. അവർ പറഞ്ഞു കൊടുക്കുന്ന മുസ്ലിംസിനെ വിമർശിക്കാൻ റീച്ച് കിട്ടും. പിന്നെ ചിത്രവും വിൽക്കാം. ജസ്നയുടെ ടീച്ചറാണ് ജാമിദ, അങ്ങനെയാ കൊടുത്തത്. അതേ, എൻ്റെ ടീച്ചറാണ് ജാമിദ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ സൂപ്പർ ഉമ്മറെ, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ ടീച്ചർ ജാമിദയായതിന്? ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഞാൻ എന്നെ തന്നെ പ്രൗഡ് ചെയ്യുന്നു, ടീച്ചർ എൻ്റെ ടീച്ചറായതുകൊണ്ട്. ബുഷറ ബുഷി: ആദ്യം മലയാളം വായിക്കാൻ പഠിക്ക്. ഉവ്വേ. എന്താ ഉത്തമൻ, ഒന്ന് പോടി. ശരി, ഉവ്വേ. വീണ്ടും. അബ്ദുൽ ഗഫൂർ: മലയാളം വായിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഇതും വായിക്കാൻ അറിയും. ഈ വായിക്കാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ബബ്ബ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്? നാണമില്ലേ ഇങ്ങനെ ഒക്കെ സംസാരിക്കാൻ? നാണവും മാനവും ഒക്കെ പോയി. നീ മുസ്ലിമായി ജീവിച്ചില്ലെങ്കിൽ ഇവിടെ ആർക്കാ ഇത്ര വിഷമം? ആർക്കും ഇല്ല. വെറുതെ കിടന്ന് പുലമ്പുന്നു നാണമില്ലാതെ. ഒടുവിൽ ആരും നാവുകൊണ്ട് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്. പിന്നെ നീ എന്തിനാണ് പ്രഹസനം? ഈ ജനങ്ങൾക്ക് മുമ്പിൽ വെറും അഭിനയം മാത്രം. നീ ആര്? അബ്ദുൽ ഗഫൂറെ, എസ്സേ എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നോ? എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല.
ഞാൻ ബബ്ബേ അടിക്കും, കാരണം 9ാം ക്ലാസ്സുകാരിയാണ്. പിന്നെ എനിക്ക് നാണവും മാനവും കുറച്ച് കുറവാണ്. നാണവും മാനവും ഉണ്ടെങ്കിൽ പിന്നെയും യൂട്യൂബിൻ്റെ അകത്തേക്ക് വന്നിട്ട് നിങ്ങളെ വെല്ലുവിളിക്കാൻ ഞാൻ വരുമോ? എന്നിട്ട് ഒറ്റൊന്നും കമൻ്റ് ഇടാൻ വൽങ്ങനെ വന്നില്ലല്ലോ. എന്ത് പറ്റി? പേച്ചു പോയോ? പേടിക്കും നിങ്ങൾ? പേടിക്കണമല്ലോ, പേടിപ്പിച്ച് നിർത്തുകയല്ല ഞാൻ. കേരള പോടിപ്പട്ടി ഉവ്. എന്താ പെൺ, ഞാൻ പേര് വായിക്കുന്നില്ല. സ്കൂളിൽ കയറ്റിയിട്ടില്ല. സ്കൂളിൽ കയറ്റിയിട്ടില്ല. കയറ്റിയിട്ടില്ലേ ഇപ്പം എന്താക്കാൻ പറ്റും? കയറ്റാത്തവരോട് ഇപ്പോൾ കയറ്റാനിപ്പം നിർബന്ധം പ്രവർത്തിക്കാൻ പറ്റുമോ? ഒക്കെ പോയി കിട്ടി. സ്കൂളിൽ കയറ്റിയില്ല. ആമിനെ എന്താ? അമീനെ നാട്ടോ. ആദ്യം നീ ഒന്ന് പോയി സ്പീച്ച് ഇംഗ്ലീഷ് പഠിക്ക്. എന്താ? സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുക. സ്പീച്ച് ഇംഗ്ലീഷ് അല്ല കേട്ടോ, സോറി, എനിക്ക് തെറ്റിപ്പോയാ. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുക. എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് അല്ല പഠിക്കേണ്ടത്, എനിക്ക് മലയാള മാതൃഭാഷയാണ് പഠിക്കേണ്ടത്. ഞാൻ മലയാളിയായിട്ടാണ് ജനിച്ചത്, മലയാളിയായിട്ടാണ് വളരുന്നത്, മലയാളിയായിട്ടാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ സ്പോക്കൺ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഐ ഡോണ്ട് നോ മലയാളം എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല കേട്ടാ. നീ ആരടി മുസ്ലിങ്ങളെ പറയിപ്പിക്കുന്നത്, പറയാൻ നിൽക്കുന്നത്? എന്തു യോഗ്യതയാണടി ജസ്ന? നീ ഏതു വർഗത്തിൽപ്പെട്ടു? ഞാൻ മനുഷ്യവർഗത്തിൽപ്പെട്ടു. പോയി ഇംഗ്ലീഷ് വായിച്ച് പഠിച്ച് LKG പിള്ളേർ വായിക്കുന്ന പോലെ. അതെ, LKG പിള്ളേർ വായിക്കുന്നത് പോലെ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിലാണ് 1ാം ക്ലാസ് ചേർത്തുന്നത്. 5ാം വയസ്സിലാണ് 1ാം ക്ലാസ് ചേർത്തുന്നത്. ഞാനൊക്കെ ABCD പഠിച്ചിട്ടുള്ള 5ാം ക്ലാസ്സിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കാര്യമുണ്ട്. മംഗ്ലീഷ് വായിക്കാനും ഇംഗ്ലീഷ് വായിക്കാനും അറിയുന്നെങ്കിൽ അറിയാം. എനിക്ക് മംഗ്ലീഷ് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് ഞാൻ പറയാറുമുണ്ട്. ആ മംഗ്ലീഷ് വായിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഷയായിരിക്കില്ല മറ്റൊരാളുടെ ഭാഷ. നമുക്ക് 14 ജില്ലയുണ്ട്. 14 ജില്ലയിലും 14 രീതിയിലാണ് സംസാരം. ഈ 14 ജില്ലയിൽ 14 കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലുള്ള ഭാഷകളൊക്കെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. എൻ്റെ നാട്, ഞാൻ താമരശ്ശേരി പൂനൂര് എന്ന് പറഞ്ഞിട്ടുള്ള നാട്ടിലാണ് ജീവിച്ച് വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ നാട്ടിലെന്ന് വെച്ചാൽ MAT മൂസ കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അതിൽ സുരഭി ലക്ഷ്മി സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. ആ ഭാഷക്കാരിയാണ് ഞാൻ. ആ ഭാഷയിൽ ഞാൻ നിങ്ങളടുത്ത് വന്ന് സംസാരിക്കാൻ നിന്നാൽ, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കാൻ നിന്നാൽ കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കും നിങ്ങൾ. ആ ടേട്ടയിൽ ഇട്ടാൾ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നാൽ അതിനുള്ള ആൻസറോട്ട് ഞാൻ തരാം. അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുത്ത് ചാടിക്കള. അങ്ങനത്തെ ഭാഷയാണ് ഞാൻ. പാത്തു, ഭർത്താവിനുള്ള പെണ്ണ് ഒരു ഉളുപ്പുമില്ലാന്നോ? ഭർത്താവിനുള്ള പെണ്ണ് ഒരു ഉളുപ്പുമില്ലാതെ അന്യപുരുഷൻ്റെ കൂടെ അന്തിയുറങ്ങുന്ന നിന്നെ മറ്റുള്ളവർ വിളിക്കുന്നതിൽ എന്ത് തെറ്റാണ്? എൻ്റെ പൊന്നാര പാത്തുവോ, ഞാൻ വേറൊരുത്തൻ്റെ കൂടെ കിടക്കുന്ന ഇജ്ജ് കണ്ടോ? ഇനി പറയുന്നത് കേട്ടാൽ തോന്നല്ലോ ഇങ്ങനെയാണ് എനിക്ക് വേറെ ആൾക്കാരെ കൊണ്ടുത്തരല് എന്നുള്ളത്. സത്യമാണോ പാത്തുവോ? ഡെയിലി നീയാണോ അന്യപുരുഷന്മാരെ എനിക്കിവിടെ കൊണ്ടുത്തരല്? അല്ലാതെ ഇത്ര കറക്റ്റ് നിനക്ക് പറയാൻ പറ്റുമോ? ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ല വേറെ ആൾക്കാരുടെ കൂടെയാണ് കിടക്കുന്നതെന്നുള്ളത് ഇത്ര കറക്റ്റ് പറയണമെന്നുണ്ടേ അത് പാത്തു തന്നെയായിരിക്കും എനിക്ക് കൊണ്ടുത്തരൽ. എന്താ പാത്തുവോ, 3ാം പണിയും എടുക്കൽ തുടങ്ങിയോ? എന്താ ജുബൈദ്, കുരുപ്പേ നീ എല്ലാം അനുഭവിച്ചോ? ഈ ദുനിയാവിൽ നിന്നും പോടപ്പാ,
നിനക്ക് തോന്നല്ലേ ഞാൻ ഈ ദുനിയാവെന്ന് പോകുന്നത്? ഞാൻ മെഡിക്കൽ കോളേജിലുള്ള പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബോഡി കൊടുത്തിട്ടുണ്ട്. ദുനിയാവെന്ന് പോവില്ലടാ, ഇവിടെ തന്നെ കിടക്കും. എനിക്ക് തോന്നുക ഞാൻ ദുനിയാവെന്ന് പോകുന്നു. ചുമ്മാ തോന്നുകടാ, ഞാൻ ദുനിയാവെന്ന് പോവില്ലടാ. സീനത്ത്, ചത്താൽ ആ മക്കൾ രക്ഷപ്പെടും. എനിക്ക് തോന്നുന്നല്ലേ സീനത്തെ തിരിച്ച് ഞാനൊന്ന് പറയട്ടെ, നീ ഒന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു, നിൻ്റെ മക്കൾ രക്ഷപ്പെട്ടേനെ. കാരണം ഇമാതിരി വിഷവും കൊണ്ടിട്ടല്ലേ ജീവിക്കുന്നത്. ആ മക്കളെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് പൊക്കോട്ടെ സീനത്തെ. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ നാവേ കരിനാവ, പെട്ടെന്ന് ഫലിക്കും. സീനത്ത്, നീ പോടി തേവിടിച്ചി, എൻ്റെ മോൻ മാസ്ക് ഇട്ട് നടക്കുന്നല്ലോ, ഇനി അവൻ്റെ മോൻ മുടി ഒക്കെ മൂടി നടക്കേണ്ടി വരും. ആയിക്കോട്ടെ, അവൻ്റെ മോൻ മൂടാണ്ട് നടക്കേ, എന്തെന്നോ നടന്നോട്ടെ. പൊന്നാര സീനത്തെ, എജ്ജൻ്റെ പൊന്നും മക്കളെ പറ്റി നോക്കിയാൽ പോരെ, എജ്ജൻ്റെ മക്കളെ പറ്റി നോക്കണോ? നൂർജഹാൻ, ജസ്ന നീ നായിൻ്റെ മോൾ എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടു. തിരിച്ചും അങ്ങോട്ട് പറയല്ലേ. പിന്നെ നീയും ആ വീഡിയോയിൽ പറയുന്ന നൈം അല്ല. നിന്നെ ചെറുപ്പത്തിൽ നോക്കി വളർത്തിയ ദോഷം നല്ലോണമുണ്ട്. മോളെ നൂർജഹാനെ, എന്നെ നായിൻ്റെ മോളെ എന്ന് വിളിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും മുതലാളി എന്ന് പറയാതെ തിരിച്ച് ഞാൻ അങ്ങോട്ട് പറയുന്നതിൽ വല്ല തെറ്റുണ്ടോ നൂർജഹാനെ? പിന്നെ ഞാൻ ചെറുപ്പത്തിൽ അവർ മര്യാദയ്ക്ക് വളർത്തിയില്ല, അതിലെനിക്കും ഉണ്ട് കുറ്റബോധം. എന്ത് ചെയ്യാനാ? അമ്മാനെയും പാപ്പാനെയും പറഞ്ഞാൽ പോരെ, നമുക്ക് അവരോടൊന്ന് ഉപദേശിച്ച് വിടാം, അതാ നല്ലത്. അനില, ഇന്ത്യൻ നിയമപ്രകാരം ഏത് മതത്തിൽ ജീവിക്കാനും അവകാശമുണ്ട്. ഇഷ്ടമില്ലാത്ത മതത്തെ തുടരെ ചീത്ത പറയുന്നത് നീയാണ്. മുസ്ലിം മതം ഇഷ്ടമില്ലെങ്കിൽ ഒക്കെ നിനക്കുള്ളത് നോക്കി ജീവിച്ച് തുടരെ ഇസ്ലാം മതത്തെ പറയുന്നത് നിർത്തൂ. മോളെ അനില, ഏത് മതത്തിൽ വേണമെങ്കിലും ജീവിക്കാൻ നമുക്ക് ഇന്ത്യൻ ഭരണഘടന അനുവാദം തന്നിട്ടുണ്ട്. ഞാനൊരു മതത്തിൽ നിന്ന് പോയി എന്നതിൻ്റെ പേരിൽ തുടരെ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഇവരോട് ഇതുപോലെ മറുപടി കൊടുക്കുകയല്ലാതെ ഇവരെയൊക്കെ പൂവിട്ട് പൂജിക്കാൻ എനിക്ക് പറ്റില്ല അനില. അതുകൊണ്ടാണ് ഇവർക്കൊക്കെയുള്ള മറുപടി ഞാൻ കൊടുക്കുന്നത്. റംഷി, നല്ല രസമുണ്ട് കേൾക്കാൻ, താങ്ക് യു. നെച്ചു, നീ മതം വിട്ട് മനുഷ്യനായിട്ട് ജീവിക്കുന്നു എന്നല്ലേ പറയുന്നത്? അപ്പോൾ നീ കൃഷ്ണനെ വരയ്ക്കുന്നത് അതും ഒരു മതം ആണല്ലോ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നീ കൃഷ്ണനോടുള്ള സ്നേഹം കൊണ്ടാണ് വരയ്ക്കുന്നത് അതോ ഉണ്ട് പൈസ സമ്പാദിക്കാനാണോ? സംശയമാണ് കേട്ടോ, വേറെ ഒന്നും തോന്നരുത്. അതിനുള്ള യഥാർത്ഥത്തിലുള്ള മറുപടി ഞാൻ തരാം. ഞാൻ മതം വിട്ടു എന്നുള്ളത് സത്യമാണ്. മനുഷ്യനായിട്ട് ജീവിക്കാൻ വിചാരിച്ചതും സത്യമാണ്. എന്നാൽ കൃഷ്ണന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മതം വിട്ടതും മനുഷ്യനായി മാറിയതും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൃഷ്ണൻ്റെ കഥകളും ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഇസ്ലാം മതവിശ്വാസപ്രകാരമുള്ള ഒരുപാട് കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ലതായിട്ടും ഏറ്റവും ബെറ്ററായിട്ടും തോന്നിയത് എനിക്ക് ഈ ഹിന്ദു മതത്തിൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും അവരുടെ പ്രവൃത്തികളുമാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഇസ്ലാം മതത്തിൽ നിന്ന് ഒരാൾ പോയാൽ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവർ നിൽക്കുന്നത്. പക്ഷേ ഹിന്ദു മതത്തിൽ നിന്നോ ക്രിസ്ത്യൻ മതത്തിൽ നിന്നോ ഒരാൾ പോയാൽ അവരെന്താ ചെയ്യാന്നറിയോ? അവരും ദൈവവും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പൂർണ്ണമായിട്ടും കൈയൊഴിയാണ് ചെയ്യുക. അല്ലാതെ ജസ്ന മതം വിട്ടു എന്ന് പറഞ്ഞ് നായികക്ക് 40 പ്രാവശ്യം കണ്ടൻറ്റുമായിട്ട് വീഡിയോയും ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വരൂല. അവർക്ക് ഞാനൊരു കണ്ടൻറ്റ്, അവർക്ക് അന്നപ്പം അന്യ സ്ത്രീകളുടെ വീഡിയോ കാണുന്നതിൽ പ്രശ്നമല്ല, അന്യ സ്ത്രീകൾക്ക് മറുപടി കൊടുക്കുന്നതിൽ പ്രശ്നമല്ല, അന്യ സ്ത്രീകളെ കാണുന്നതിൽ പ്രശ്നമല്ല. അപ്പോൾ പിന്നെ ഇവർക്കൊക്കെയുള്ള മറുപടി കൊടുക്കണ്ടേ?
ഇല്ലേ? അപ്പോൾ ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നുണ്ട് കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ടും കൃഷ്ണനോടുള്ള ഇഷ്ടം കൊണ്ടുമാണ്. കൃഷ്ണനോടുള്ള വിശ്വാസവും കൃഷ്ണനോടുള്ള ഇഷ്ടവും കൊണ്ടാണ്. അപ്പം കൃഷ്ണൻ്റെ മതത്തിലേക്ക് ഞാൻ പോവേണ്ടതോ കൃഷ്ണൻ്റെ മതം സ്വീകരിക്കേണ്ടതോ ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആരെ വേണമെങ്കിലും ആരാധിക്കാം, ആരെ വേണമെങ്കിലും സ്നേഹിക്കാം, അതിനാരും തടസ്സം നിൽക്കൂല കേട്ടോ. അസ്മ, കൊയിലാണ്ടി വെടി, നീ എന്ത് പറഞ്ഞാലും ആർക്കും ഒരു ചുക്കുമില്ല. കാരണം സമൂഹത്തിൽ കുറച്ച് ഒരു നിലയും വിലയും വേണം. നിനക്കത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ കുരച്ചുകൊണ്ടേ നിന്നോ. മുസ്ലിമിനെ പറഞ്ഞു വെച്ച് എവിടെയും ഒന്നും നടക്കാൻ പോകുന്നില്ല. നിനക്ക് തോന്നുകയല്ലേ? എന്നിട്ട് നീയൊക്കെ കമൻ്റ് ഇട്ടല്ലോ. നിങ്ങൾക്കാർക്കും പൊള്ളിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ കമൻ്റ് ഇടാൻ എന്തിനെൻ്റെ വീഡിയോ കാണുന്നു? നിങ്ങൾക്കൊക്കെ പൊള്ളുന്നതുകൊണ്ട് തന്നെ അല്ലേടേ. ഞാൻ മതത്തിന് വിട്ടുന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളെ പണി നോക്കിയിട്ട് ചോറും കറിയും വെച്ച് അടുക്കളയിൽ ഒതുങ്ങി ആ തീയിൻ്റെയും പുകയുടെയും ഇത് കൊണ്ട് നടന്നാൽ പോരെ? എന്താ നെഞ്ചത്തോട്ട് കയറാൻ പോണത്? ഞാനും പടച്ചോനും തമ്മിലായിക്കോട്ടെ. അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? അതെന്താ നിങ്ങൾ പറയാത്തത്? അവിടെയാണ് ഞാൻ തമ്മിലുള്ള മാറ്റം. അടുത്തത് പേര് വായിക്കാൻ കിട്ടാത്തതാണ്. ഇവളുടെ മക്കളുടെ കാര്യം ആണ് കഷ്ടം. എൻ്റെ മക്കളുടെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും ബേജാറാവണ്ട, ഒരുത്തനും ബേജാറാവണ്ട. എൻ്റെ മക്കൾക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നല്ല അന്തസ്സായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർ ജീവിക്കുന്നുമുണ്ട്. ആഷിഖ് ഖാൻ, ആഷിഖ് ഖാക്ക്, വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വായിക്കുന്നില്ല. റസിയ, നിനക്ക് ഇഷ്ടം പോലെ നടന്നോ സലീംന്ന്. ആരോടാ? എന്നോടാണോ സലീമിനോടാണോ? നസീമ തംബ്ലൈന് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന്. നീ മുസ്ലിമിനെ കുറ്റം പറഞ്ഞ് ഹിന്ദുക്കളെ സന്തോഷിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടതല്ല. ഇനി മേലാൽ ഗുരുവായൂർ അമ്പലത്തിൽ വീഡിയോ എടുക്കുന്നത് കണ്ടാൽ, ഞാൻ ഈ അടുത്ത ദിവസവും എടുത്തിട്ടുണ്ട്, നീ ഒന്ന് പോയി നോക്ക്. എനിക്കെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചെയ്യും. ഖദീജ ജസീർ, കമൻ്റ് ഇട്ടാൽ എന്താ? അതിനുള്ള മറുപടി കിട്ടും. ദാറ്റ്സ് ഓൾ. നമ്മുടെ ശോഭച്ചേരി, എൻ്റെ കമൻറ്റിന് റിപ്ലൈ തന്നില്ല വൈ? എൻ്റെ കമൻറ്റിന് റിപ്ലൈ തന്നില്ല വൈ എന്നുള്ളതിന് ആരോ നൂർജാൻ കൊടുത്തേക്ക്. ഓള് തരൂല, കാരണം അവൾ വർഗീയവാദിയല്ലേ അല്ലേ? പിന്നെയും ചോദിച്ചിക്കേ, നിന്റെ പേര് എന്താ? താത്തച്ചി കേസ് കേസ് കൊടുത്തീനല്ലോ എന്നാണ് തോന്നുന്നു ഉദ്ദേശിച്ചത്. കൊടുത്തു, പക്ഷേ ചീറ്റിപ്പോയി, ഏറ്റില്ല. വെയിറ്റ് മാടൂ മോളെ, ഏൽക്കോ ഇല്ലേ നമ്മളൊന്ന് നോക്കുക. ഒന്ന് ടൈപ്പ് ചെയ്യൂ എല്ലാവരും അറിയട്ടെ. നൂർജഹാൻ, കേസ് ചീറ്റിപ്പോയത് എങ്ങനെ? ശോഭ, എന്നോട് എങ്ങനെ നന്ദി പറയണമെന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ശോഭ. ഇതൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെക്കട്ടെ. ശോഭ ഡിലീറ്റ് ചെയ്ത് പോയാൽ അത് എനിക്ക് കേസിന് നല്ല ബലം കിട്ടുന്ന സംഭവങ്ങളാണ്. കൊല്ലുമെന്ന് പറഞ്ഞല്ലോ അവളെ. ഇത് മറ്റേ എസ്സേ പോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ശോഭ അതും കൂടി ഒന്ന് നൂർജഹാന് കൊടുത്ത മറുപടി പോലീസുകാർക്ക് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് നല്ലതാണല്ലോ.
ശോഭ എത്തരത്തിലുള്ള കാര്യമാണ് എന്നുള്ളത് പോലീസുകാർക്ക് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം നമ്മളായിട്ട് എന്തിനാണ് ഇങ്ങനെ വേണ്ട എന്ന് വെക്കുന്നത്. അപ്പം എനിക്ക് ശോഭനോടല്ല പറയാനുള്ളത്, കുറച്ച് മുസ്ലിംസ് ആയിട്ട് എനിക്ക് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന കുറച്ച് ലവളുമാരോടാണ്, താത്തച്ചിമാരോടാണ്. നിങ്ങൾ എന്നാ പുല്ലിട്ടാലും എനിക്കൊരു പുല്ലും ഇല്ല പുല്ലന്മാരെ, കേട്ടോ. നിങ്ങൾ ഇനിയും പറ, അതിനുള്ള മറുപടിയായിട്ട് ഇനിയും ഞാൻ വരും. ഇസ്ലാമിനെ വിമർശിച്ചാൽ നിങ്ങൾ എന്താക്കുമോ, എൻ്റെ തല വെട്ടുമോ? വെട്ടുമെങ്കിൽ നിങ്ങൾ വരി, അത്രക്ക് തന്നക്ക് പറഞ്ഞവനുണ്ടെങ്കിൽ നിങ്ങൾ വരി, എന്നെ ചെയ്യ്, വെട്ടിയിട്ട് പോയി, അതാണ് അന്തസ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.